ഹായ് ഹലോ ഗൃഹലക്ഷ്മി വ്യൂവേഴ്സ്. ഇന്ന് ലിറ്റിൽ ടോക്സിൽ നമ്മുടെ കൂടെ ഉള്ളത് ആരാണെന്നറിയോ? തുടരുംലെ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ പവിത്രക്കുട്ടി. യെസ്, അമൃതവർഷിനിയാണ് ഇന്ന് ലിറ്റിൽ ടോക്സിൽ. ഹായ് ഹലോ. ഇന്ന് ആക്ച്വലി നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് May 21 ആണ്. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഭയങ്കര രസം. വിഷ് ചെയ്തോ? സ്റ്റോറി ഒക്കെ ഇട്ടു. ആണല്ലേ? നമ്പർ ഇല്ല, നമ്പർ കിട്ടും. കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, ഒരു ഇടാൻ ഒരു മടി. ഓക്കെ. അപ്പോ സിനിമ ഇങ്ങനെ തിയേറ്ററിൽ ഭയങ്കര സക്സസ്ഫുള്ളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അമൃതയുടെ ലൈഫിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സിനിമ തുടങ്ങിയതിന് ശേഷം? എന്താണ്, ഇനി സിനിമ തുടരും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ. എപ്പോഴും ലൈഫിൽ ഇപ്പൊ ഇങ്ങനെ മാറാതെ പോസിറ്റിവിറ്റി ആണ്. കാരണം ആ സിനിമ വന്ന ശേഷം തന്നെ പോസിറ്റീവ് കമന്റ്സ്, പോസിറ്റീവ് റെസ്പോൺസ് തന്നെ. അപ്പൊ ഒരു പോസിറ്റീവ് തന്നെ. ഓക്കെ, അപ്പൊ ആ പോസിറ്റിവിറ്റി ആണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. അമൃതവർഷിനി ഒരു രാഗമല്ലേ? എങ്ങനെയാണ് ഈ പേര് വന്നത്? എന്റെ ഗുരു സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി. ഓക്കെ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ രാഗം, പിന്നെ ഗോഡസ് ഓഫ് റെയിൻ എന്നാ പറയാ. ഓക്കെ, അങ്ങനെ ഒരു സംഭവമാണ്. ആകെ മൊത്തം ഒരു സംഗീതമയം. പക്ഷെ ഡാൻസറാണ്. പാട്ട് പാടൂ? എന്റെ ബ്രദർ പാടും. എന്റെ ബ്രദർ ഇസ് എ ഗ്രേറ്റ് സിംഗർ. അവന്റെ പേര് ആദിത്യദേവ്. ഓക്കെ. എന്റെ ട്വിൻ ബ്രദറാ. ട്വിൻസ് ആണ് നിങ്ങൾ? ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ 10th ലാ. ഓക്കെ. അപ്പൊ അവൻ നല്ലോണം പാടും. ഞാൻ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം പാടും. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. വീട്ടില് ആർക്കെങ്കിലും പാട്ട് കണക്ഷൻ ഉണ്ടോ ഈ പേര്? അമ്മ രണ്ടും ചെയ്യും, പാട്ടും പാടും ഡാൻസും കളിക്കും. ഓ മൈ ഗോഡ്. ഓക്കെ. രണ്ടിനോടും നല്ല താല്പര്യമുണ്ട്. ഓക്കെ. സോ അതിന്റെ വീതിച്ച് കിട്ടിയതാണ് ഞങ്ങക്ക് രണ്ടുപേർക്കും. ഓക്കെ. അമ്മയുടെ ഇതാക്കിയിട്ട് ഒരാള് ഡാൻസറും ഒരാള് പാട്ടും അല്ലേ? ഓക്കെ, അടിപൊളി. ഇനി നമ്മുടെ തുടരും മൂവിയിലേക്ക് എങ്ങനെയാ വന്നത്? എന്റെ മാമനുണ്ട്, അശ്വിൻ എന്നാ പേര്, ചിന്താമൻ എന്നാ ഞാൻ വിളിക്കാം. ഓക്കെ. അപ്പൊ ഇവര് ബിനുവേട്ടന്റെ ഫ്രണ്ടാ. എന്തോ ട്രിപ്പിന് പോയപ്പോ ഇങ്ങനെ റാൻഡമായിട്ട് സംസാരിച്ചപ്പോ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടിയതാണ്. വിളിച്ചു, എന്നിട്ട് ഓഡിഷൻ ചെയ്തു. ഓക്കെ. ഓഡിഷന് പോയിട്ട് എന്താണ് ലൈക്ക് അവര് ചെയ്യിപ്പിച്ച് നോക്കിയ സീൻ ഏതായിരുന്നു? സീൻ 2 ഉണ്ട്. ഒരെണ്ണം ചേട്ടനെ പറ്റി കുറ്റം പറയാം. ഓക്കെ, അതെന്റെ നോർമൽ തിങ്. അതിലെനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല. രണ്ടാമത്തേത് ഒരു സ്ട്രേഞ്ചർ. നമുക്ക് കുറച്ച് പേടിയാകും. അപ്പൊ ഒരു വീട്ടില് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ വീട്ടിലിങ്ങനെ ബ്രേക്ക് ഇൻ ചെയ്യാൻ നോക്കുമ്പോ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്നുള്ള ഒരു സംഭവം. ഓക്കെ. അപ്പോ പേടിച്ചു, സ്വാഭാവികം. എന്നിട്ട് കരയാനൊക്കെ തുടങ്ങി. എന്നിട്ട് അത് കട്ടു പറഞ്ഞു. പേടിച്ചോന്ന് ചോദിച്ചു. ഞാൻ പേടിച്ചില്ല. ഞാനോ പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ ഒരു രീതിയിലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എന്താണ്, ഇനി നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് തരുൺ സാർ പറഞ്ഞു. ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആരിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ റെസ്പോൺസ്? അല്ല, തരുൺ സാർ ഉണ്ടായിരുന്നു. തരുൺ സാർ ഓപ്പോസിറ്റ് അവിടെ ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പേടിച്ചു, അല്ലാണ്ട് വെറുതെ പേടിക്കോ? ഓക്കെ. ഓക്കെ. അപ്പൊ തരുൺ ചേട്ടൻ ഓപ്പോസിറ്റ് നിന്നിട്ട് അഭിനയിച്ചു. ഓക്കെ, അതായിരുന്നു ഓഡീഷൻ സീൻ അല്ലേ? ശരി. അത് കഴിഞ്ഞിട്ട് നമ്മള് ഓഡീഷൻ കഴിഞ്ഞു, ഇവര് വിളിച്ച് പറയുമല്ലോ സെലക്ടഡ് ആയിട്ടുണ്ട്. ആരാ വിളിച്ച് പറഞ്ഞത്? എവിടെയായിരുന്നു ആ സമയത്ത്? എന്താണ് അപ്പൊ സംഭവിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ ആരാ വിളിച്ചു പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ 2 ആഴ്ച എങ്ങാണ്ടുമായി. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് എന്റെ ബ്രദർ ഓടി വന്നിട്ടാണ് പറയുന്നത്, മോളെ നീ സെലക്ട് ആയി. അപ്പൊ അവൻ ഓടി വന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ സ്റ്റണ്ടായി. അവൻ തുള്ളാൻ തുടങ്ങി. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോ ഞാനും തുള്ളാൻ തുടങ്ങി. വാസ് എ റിയലി ഹാപ്പി. അതെ അതെ അതെ, നമ്മൾ ക്ലോസ് ടു ഹാർട്ട്, എന്നും ലൈഫിൽ ഓർത്ത് വെക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും അല്ലെ? ഓക്കെ, ഫൈൻ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ സെറ്റിൽ ചെല്ലുന്നു. ആദ്യം സെറ്റിൽ ആരോടാണ് സംസാരിച്ചത്? ആദ്യം പൂജാ ദിവസം തന്നെയായിരുന്നു. അപ്പൊ എല്ലാരെയും മീറ്റ് ചെയ്തു, എല്ലാവർക്കും ഒരു ഇൻട്രോ കൊടുത്തു. ഓക്കെ. എല്ലാവരോടും ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞു? എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അങ്ങനെ പൂജ കഴിയുന്നു, സെറ്റിൽ ചെല്ലുന്നു. സെറ്റിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഷോട്ട് ശോഭന മാമിന്റെ കൂടെ. കുണുകുണയാണോ? അല്ല, അത് ലാലേട്ടന്റെ കൂടെ ഉള്ള. അത് ലാലേട്ടന്റെ കൂടെ. ഇത് മറ്റേ അന്താൾക്ക് കാർ കഴിക്കിട്ടേ പോവും. അതായിരുന്നു ആ സീൻ. ഓക്കെ, ഫസ്റ്റ് ഷോട്ട്. അപ്പൊ ഫസ്റ്റ് ആക്ഷൻ പറഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ എനിക്കത് ഓർക്കുമ്പോ തന്നെ ഒരു മാതിരിയോ. കാരണം അത് നല്ലോണം വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ.
ലൈക്ക് 4 ടേക്കാ പോയത്. എക്സാക്ട്ലി. എനിക്കാണെങ്കിൽ ഓരോ ടേക്ക് കഴിയുമ്പോഴത്തേക്കും മുഖം മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്തൊക്കെയോ വെപ്രാളം വരുന്നത്, ഭയങ്കരമായിട്ട് സാഡായി. അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലായി. അപ്പോൾ ശോഭനമ്മ വന്നിങ്ങനെ ആക്കിയതു. എന്നിട്ട് പറഞ്ഞു, അമ്മ അത് പേടിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് അല്ല ഇങ്ങനെ ചെറിയൊരു ട്രബിൾ ഉണ്ടാകും. എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും പറഞ്ഞു ഇത് കുഴപ്പമേ ഇല്ല. ആ ഒരു ടെൻഷൻ മാറ്റിയ ശേഷം അടുത്ത ടേക്കിൽ അത് സെറ്റായി. വല്ലതും പറഞ്ഞോന്ന്? എന്ത് പറയാനടി? അതന്നെ, ഒന്നും പറയുന്നില്ല. ആകെ മൊത്തം കിളി പോയെന്നാ തോന്നുന്നേ. അടിപൊളി. അങ്ങനെയാണ് ആദ്യത്തെ ഷോട്ട് നമ്മൾ എടുക്കുന്നത്. യെസ്, സൂപ്പർ. അപ്പൊ ഈ സീനാണ് ഏറ്റവും കൂടുതൽ റീടേക്ക് ചെയ്തത്. എത്ര തവണ സിനിമ ഇതുവരെ തിയേറ്ററിൽ പോയി കണ്ടു? കൊറേ പ്രാവശ്യം. അത് എണ്ണി പറയാൻ പറ്റില്ല. കാരണം ഞങ്ങള് എന്താ പറയാ, തിയേറ്റർ വിസിറ്റ് അതിന് പോയി എത്ര പ്രാവശ്യം കണ്ട്. സെക്കൻഡ് ഹാഫാണ് കൂടുതൽ കണ്ടത്. അത് എനിക്ക് ബൈ ഹാർട്ടാണ് ഇപ്പൊ. ആണല്ലേ? ഓരോ ഡയലോഗ് ഓരോ സീനും ബൈ ഹാർട്ടാണ്. എല്ലാവരുടെ ഡയലോഗും എനിക്ക് ബൈ ഹാർട്ടായിരിക്കും. ഓക്കെ. അപ്പോ ഇത്രയും നമ്മള് സ്ക്രീനിൽ കുറെ വട്ടം സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അമൃതയ്ക്ക് സെൽഫായിട്ട്, ഓ മൈ ഗോഡ് ഈ സീൻ ഞാൻ മറ്റേ തൂഫാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു എന്ന് സെൽഫായിട്ട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്ത ഒരു സീൻ? ലാലേട്ടൻ ചാടുന്ന സീൻ. ലാലേട്ടൻ ചാടുന്ന സീൻ സിനിമയിലെ ഏറ്റവും ഫേവറേറ്റ് സീൻ അതാണ്. അതെ. ഓക്കെ. അമൃതയുടെ സെൽഫായിട്ട് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള സീൻ ഏതാണ്? സ്വന്തമായിട്ട് ചെയ്തത് പോലീസ് സ്റ്റേഷൻ സീനും, പിന്നെ ഏതാ പറയാ, ഈ കുണുകുണ സീൻ. എന്താടി പുതപ്പിനടിയിൽ ഒരു കുണുകുണ? ഞാനാ, നിങ്ങളൊന്ന് പോയേ. ഓക്കെ. ഈ സീൻ ഞാൻ കുറച്ചുകൂടി അടിപൊളിയാക്കായിരുന്നു എന്ന് തോന്നിയ സീൻ ഏതെങ്കിലും ഉണ്ടോ കണ്ടു കഴിഞ്ഞപ്പോ? ഈ ഞാൻ ഫസ്റ്റ് ഷോട്ട് എടുത്തതില്ലേ, ഈ വന്നിരിക്കുക ശോഭന മാമിന്റെ, അത് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. ആണല്ലേ? ലൈക്ക് ആ ഒരു ചെറിയൊരു പിടിപ്പ്, ആ ഒരു ഇത് എന്താ പറയാ, മസിൽ പിടുത്തം ചെറുതായിട്ടുണ്ട്. ഓക്കെ. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനും തോന്നിയിട്ടുണ്ട്. ആ സീനാണ് ഒന്നുകൂടി അടിപൊളിയാക്കണം എന്ന് തോന്നിയ സീൻ. ഓക്കെ. ഇതില് ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണ് ഈ സിനിമയില്? ലാലേട്ടന്റെ മുരുക എന്നുള്ള വിളിയാണ് ഏറ്റവും ഇഷ്ടമായത്. ഓക്കെ. അപ്പൊ ഈ സ്റ്റോറി അറിയായിരുന്നോ സിനിമയിലേക്ക് വരുമ്പോ? കഥ ഇതാണ് എന്നൊക്കെ പറഞ്ഞു തന്നിരുന്നോ? എന്നെ എന്താണ് പറഞ്ഞല്ലോ എന്റെ അടുത്ത്, ഞാൻ ഈ മൂവിയിലുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഒരു ദിവസം വിളിച്ച് ബിനുവേട്ടനും തരുൺ സാറും കൂടി എന്നെ അവിടെ ഇരുത്തി കഥയൊക്കെ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീക്ക് പോയിന്റ് വരെ എത്തിച്ചിട്ട് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ക്യൂരിയോസിറ്റി, എക്സൈറ്റഡ് ആയിരുന്നു. എന്നിട്ട് ഇവര് ഗ്രാജുവലി ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു തരുക. ഓക്കെ. ഇത് 1 by 1 ആയിട്ട്. അത് ആക്ച്വലി എന്റെ ഇമ്പോർട്ടൻസ്, എന്റെ ഈ റോളിന്റെ ഇമ്പോർട്ടൻസ്, ഞാൻ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, പവിത്ര എന്നാണ് പേര്, എങ്ങനെയാണ് ആ കൊച്ച്, അങ്ങനെ ഒരു കുട്ടിയാണ് അങ്ങനെ പറഞ്ഞ മെയിൻലി എന്റെ ഒരു ക്യാരക്ടറായിട്ട് വരുന്നൊരു കൊച്ചാണ്. അതായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നത്. പവിത്രയായിട്ട് റിയൽ ലൈഫ് അമൃതയ്ക്ക് കണക്ഷൻ ഉണ്ടോന്ന്? യെസ്. ഓക്കെ. നല്ലോണം ഉണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല സിമിലർ ആണ്. എന്തൊക്കെയാണ് മെയിൻ സിമിലാരിറ്റീസ് രണ്ടുപേരും തമ്മില്? രണ്ടുപേരും ആക്ച്വലി ഒരു ബബ്ലി ടൈപ്പാണ്. പിന്നെ പാരൻസിനോട് ഭയങ്കര കണക്ഷൻ, പിന്നെ ഫാഷനിസ്റ്റ. അമൃത എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഭയങ്കര നാടൻ ഡ്രസ് ഇട്ടിട്ട് അങ്ങനെ എങ്ങനത്തെ നാടൻ വേഷങ്ങളാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ട്രഡീഷണൽ ഇഷ്ടം. അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ആണല്ലേ? ഓക്കെ. മാക്സിമം പോവാണെങ്കിൽ ഐ വുഡ് ഗോ ഫോർ ബാഗി ടീഷർട്ട്, അങ്ങനത്തെ കുറെ സംഭവം. ഓക്കെ. അടിപൊളി. സെറ്റിൽ ഏറ്റവും കൂടുതൽ ഡൗട്ടുകൾ ചോദിച്ചിട്ടുള്ളത് ആരുടെ അടുത്താണ്? ബിനുവേട്ടൻ. ആണല്ലേ? എന്താണ് കൂടുതലും ചോദിച്ച ഡൗട്ട്? ലൈക്ക് എല്ലാ സമയമാകുമ്പോ ഇങ്ങനെ ചോദിക്കും, ഞാൻ എന്താണ് ഇനിയും ചെയ്യേണ്ടത്, ഇനി കൂടുതൽ ചെയ്യണോ, അത് ഞാൻ ചെയ്ത് കൂടി പോയോ, എന്നെ എപ്പോഴും ഞാൻ ചോദിക്കും, എന്താണെങ്കിലും ചോദിക്കും. പിന്നെ ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇനി എപ്പോഴാ വരണ്ടേ, ഇനി എത്ര മണിക്കാ വരണ്ടേ, അങ്ങനെ ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവും. ഓക്കെ. നമ്മളിപ്പോ അഭിനയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതല്ലാതെ അവിടെ ഇത്രയും ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ലൈഫ് ലെസൺ ആയിട്ട് പഠിച്ചൊരു കാര്യം എന്താണ്? ലൈക്ക് യു ഷുഡ് ഡു എവറിത്തിങ്. ഐ മീൻ എന്നുവെച്ചാൽ നമ്മള് വെറുതെ ഇരിക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം.
അങ്ങനെ ഒരു സംഭവം ഞാൻ എപ്പോഴും കാണാറുണ്ട്. ആരുടെ അടുത്താണ് അത് പഠിച്ചത്? ലാലേട്ടനും ശോഭന മാം. എന്ന് വെച്ചാൽ അവര് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യും, ലാപ്ടോപ്പ് തുറന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ടാവും. നമ്മൾ ഒരിക്കലും ടയർഡ് ആവാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത് ലേസി ആയിട്ടിരിക്കാൻ പാടില്ല അല്ലെ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മള്. അതാണ് എനിക്കുള്ള പ്രശ്നം. ഓക്കെ, വെറുതെ ഇരിക്കുക. ഐ മീൻ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മെയിൻ ആയിട്ട് ഒരു ഹോബിയാണ് സിനിമ ഇരുന്ന് കാണാൻ. എനിക്ക് സിനിമ കാണലെന്ന് പറഞ്ഞ പ്രാന്താണ്. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ 2-3 സിനിമ ഇങ്ങനെ കുത്തിരുന്ന് ഒറ്റ സ്ട്രെച്ചിൽ കാണും. ഈ ശോഭന മാമും ലാലേട്ടനും സെറ്റിലെ ഫ്രീ ടൈമില് ലൈക്ക് എന്താണ് അവര് കൂടുതലും ചെയ്യുന്ന കാര്യങ്ങള്? ഇവര് സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകഴിഞ്ഞാൽ ലാലേട്ടൻ തമിഴിൽ സംസാരിക്കാൻ നോക്കും, ശോഭന മാം മലയാളത്തിൽ സംസാരിക്കാൻ നോക്കും. ആൻഡ് ദേ ടീസ് ഈച്ച് അതർ. അത് നല്ല രസം. അവരുടെ കെമിസ്ട്രി ഉണ്ടല്ലോ, ഓഫ് സെറ്റ്, അതും ഒരു വേറെ ഇത് തന്നെയാണ്. സെറ്റില് മോസ്റ്റ് ഫണ്ണിയസ്റ്റ് പേഴ്സൺ ആര്? ഇവര് രണ്ടുപേരും, ഐ മീൻ ശോഭന മാം ലാലേട്ടനും. എന്ന് വെച്ചാൽ അവര് കേറി വരുമ്പോ തന്നെ ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ നല്ല എനർജിയും ഭയങ്കര ഹൈപ്പ്, അങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയില്ല, അങ്ങനെ അവരോടെ കൂടി ഞാനും അങ്ങനെയായി. ലൈക്ക് അവരോട് ഒരു പോസിറ്റീവ് ആയി അവരാണ്. അപ്പൊ അവർ രണ്ടുപേരാണ് സെറ്റിലെ ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ആൻഡ് എനർജറ്റിക് പേഴ്സൺസ് അല്ലെ. സിനിമ അല്ലാതെ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ, ശോഭന മാമിന്റെ കൂടെ ലാലേന്റെ കൂടെ ഉള്ള ബെസ്റ്റ് ഒരു മൂമെന്റ് ഏതാണ്? ഞാനും തോമസ് ഏട്ടനും രാവിലെ എന്താണ് ഒരു 7 മണിയൊക്കെ ആയപ്പോ ഇങ്ങനെ ഇറങ്ങി ഞങ്ങള് വന്ന്, ഐ മീൻ സീൻ എടുക്കാറുണ്ടല്ലോ, രാവിലെ വന്ന് എല്ലാവരുടെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ സെറ്റിന്റെ അവിടെ വന്നപ്പോ ലാലേട്ടൻ ശോഭന മാം അവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അവരുടെ എന്തോ സീന് കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ അവരവിടെ സംസാരിച്ചോണ്ടിരുന്നിട്ട് വാ നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു ശോഭനോട്. ഞാൻ ഏതായിപ്പോയി, എന്താ പറയണ എന്തോ മടിയിലിരിക്കുന്നു പറഞ്ഞു. ഓക്കെ, അതിന്റെ ഫോട്ടോ ഉണ്ട് ഇപ്പൊ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇരിക്കുന്നു പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വാ പറഞ്ഞിട്ടിരുന്നു. ഞാനാണെങ്കിൽ മാക്സിമം വെയിറ്റ് കൊടുക്കാതെ ഇരിക്കാൻ നോക്കുക. എന്നിട്ട് ലാലേട്ടനെ ഇത് കണ്ടിട്ട് തോമസ് ഏട്ടനെയും വിളിച്ചിട്ട് തോമസ് ഏട്ടനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരെയും മടിയിലിരുത്തിയിട്ട് ഫോട്ടോ എടുത്തത് ഞങ്ങള്. ശരി. ഞാൻ ശരിക്കും ഇതായി പോയി. പറഞ്ഞു നീ മര്യാദക്ക് ഇരിക്കാവയോ എന്നൊക്കെ പറഞ്ഞു ശോഭന മാം പറഞ്ഞു. ഓക്കെ, അതാണ് നിങ്ങൾ ഏറ്റവും ഓർത്തു വെക്കുന്ന ഒരു മൂമെന്റ്. ഐ മീൻ അവരുടെ മടിയിലിരിക്കാന്നൊക്കെ പറഞ്ഞ എന്താണ് ആ ഒരു ഫാമിലി പിക്ചർ. അതെ, ശരിക്കും കിട്ടി. യെസ്, അത് ഭയങ്കര. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ പേജസ് ഷെയർ ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു അല്ലേ, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞോ ചെയ്യിച്ചിട്ടോ ഒന്നും അല്ല, ഇത് അവരായിട്ട് അവര് വിളിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് വന്നതായിരുന്നു. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സർ വന്നപ്പോഴത്തേക്ക് അവർ വിളിച്ചിരുത്തി. ഓക്കെ, അതാണ് ഒരു ഫേവറേറ്റ് മൂമെന്റ് രണ്ടുപേരുടെയും കൂടെ ഓർത്തിരിക്കുന്നത്. ചെയ്തതിൽ ഏറ്റവും ഭയങ്കര എനർജി എടുത്ത് ഭയങ്കര ടഫായിട്ട് ചെയ്തു എന്ന് തോന്നിയ ഒരു സീൻ ഏതായിരുന്നു? അതില് മറ്റേ ബാത്റൂമിന്റെ ആ ജനാലയിൽ കയറി തൂങ്ങണല്ലോ. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ പുള്ളപ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാറില്ല. വർക്കൗട്ട് നല്ലോണം ചെയ്യും, കാർഡിയോ സംഭവങ്ങളെല്ലാം ചെയ്യും, യോഗയൊക്കെ ചെയ്യും. ഓക്കെ, അതെന്റെ ഒരു മെയിൻ റൊട്ടീനാണ്. ഓക്കെ, രാവിലെ എണീറ്റ യോഗ അങ്ങനെ. പക്ഷെ ഈ പുള്ളപ്പ്, ചിന്നപ്പ് അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനെ കേറി അവിടെ നിക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ അയ്യോ എന്നുള്ള വിചാരിച്ചിരുന്നു. എത്ര നേരം അങ്ങനെ തൂങ്ങി കിടന്നു അവിടെ? ഒരു 5 to 10 seconds അവിടെ നിന്ന് നല്ല ഫുൾ ജോഷിൽ അത് നല്ല രീതിയിൽ ചെയ്തതാ. എന്നിട്ട് അവര് പറഞ്ഞു ഒന്നുകൂടി ചെയ്തോക്കാം, കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാൻ നോക്കാം. എത്ര പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് അവിടെ തൂങ്ങിക്കാൻ പറ്റുന്നില്ല, നല്ല വേദന എടുത്തു. അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചു അമ്മയെക്കോട് ഞാൻ ഇത്ര ചെയ്യുമെന്നുള്ള രീതി. പക്ഷെ ഒരു പ്രാവശ്യം അത് പറ്റുള്ളൂ. പിന്നീട് 2-3 പ്രാവശ്യം അവര് ഒന്നുകൂടി ചെയ്യിച്ചു നോക്കാൻ നോക്കി, പക്ഷെ അത് പറ്റിയില്ല. നിക്കലല്ലേ, വിഷമായി. എനിക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. കുഴപ്പമില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു സേഫിന് വെറുതെ ഒന്ന് ചോദിച്ചു എന്നുള്ളത്. അത് ശരിക്കും കഷ്ടപ്പെടുത്തി. അതാണ് ഏറ്റവും എനർജി എടുത്ത് ചെയ്തത്. ആ ഷോട്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് ബാക്കിയൊന്നും എനിക്ക് എനർജി എടുക്കേണ്ടി വന്നില്ല, അത് അവരാ ചെയ്യുന്നത്. നിന്ന് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ഇമോഷണൽ സീൻ ഉണ്ടല്ലോ, അത് ചെയ്തപ്പോ എന്തായിരുന്നു ഒരു ഫീല്, മാനസികാവസ്ഥ എന്തായിരുന്നു? ഞാൻ
ശരിക്കും നല്ല വിഷമായിരുന്നു. അതിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കുന്നുണ്ട്, ആൾക്കാർ കേട്ടന്ന് കരയുന്നത് നമുക്കത് ഉള്ളില് തട്ടും. ശരിക്കും എനിക്ക് ഒരാളുടെ മരണം മാതിരി എനിക്ക് ശരിക്കും തോന്നി. എൻ്റെ ഒരു ഫേവറേറ്റ് പെറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് അവരെ ഓർമ്മ വന്നത്. എൻ്റെ ഒരു പൂച്ചയാ, ലിയോ എന്നാ പേര്. അത് ഡെഫായിരുന്നു ആക്ച്വലി. പക്ഷെ അത് ഡെഫായതുകൊണ്ട് അത് കണ്ണുകൊണ്ടാ കൂടുതൽ എന്നുവെച്ചാൽ ഇത്ര തൊട്ട് ഇങ്ങനെ നോക്കും. നല്ല ക്യൂട്ടായിരുന്നു അത്. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ലൈക്ക് ഒരു 3 months അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു, നല്ല അറ്റാച്ച്ഡ് ആയിപ്പോയി. പക്ഷെ പെട്ടെന്ന് പോയത്. അത് എനിക്ക് ലിയോനെ ഓർമ്മ വന്നു ആ സീൻ ചെയ്ത സമയത്ത്. നല്ലോണം കരഞ്ഞു. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ഒരു ഇമോഷണൽ സീൻ ചെയ്തത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. ഇനി അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു ഫേവറേറ്റ് ആക്ടർ ആരാണ്? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്നാലും മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്ക് മഞ്ജു ചേച്ചിന്റെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം. ശോഭന മാമിന്റെ ഒപ്പം തന്നെ എന്റെ ഫേവറേറ്റ് ഡാൻസറാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, ലാലേട്ടന്റെ ഫേവറേറ്റ് സിനിമ ഏതാണ്? ആറാം തമ്പുരാൻ. ഓക്കെ, അങ്ങനെയാണ്. ശോഭന മാമിന്റെ ഫേവറേറ്റ് മൂവി ഏതാണ്? മണിച്ചിത്രത്താഴ്. ഓഫ് കോഴ്സ് അല്ലേ, ചോദിക്കരുത്. ഓക്കെ, അങ്ങനെയാണ്. ലാലേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ഡയലോഗ് ഏതാണ്? മോനെ ദിനേശ വിളിക്കുന്നത് നീ പോ മോനെ ദിനേശ, ആ ഡയലോഗാണോ? ഓക്കെ, സെൽഫായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അമൃതവർഷിണിന്ന്? അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് എന്തൊക്കെയാ ഗൂഗിൾ ചെയ്ത് സ്വന്തം കാര്യങ്ങൾ? അമൃത ഞാൻ അടിച്ചു നോക്കിയതാ. അത് നോക്കിയപ്പോ അമൃതാസ് ഏജ് അങ്ങനെ കുറെ സംഭവങ്ങൾ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അടിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ കാട്ടും കൂടുതൽ അടിച്ചു നോക്കി എന്റെ ബ്രദറാ. ആണല്ലേ? ഓക്കെ, അമൃതന്റെ ഒരു ഹിഡൻ ടാലന്റ് എന്താണ്? ഇപ്പൊ ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ, കിട്ടില്ലായിട്ട് അഭിനയിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. ഇതല്ലാതെ ആരോടും പറയാത്തൊരു ഹിഡൻ ടാലന്റ് പറയും. പാടും. എനിക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥയല്ല. വലിയൊരു പാട്ടുകാരനുണ്ടല്ലോ, അതിന്റെ ഫ്രണ്ട് ഞാൻ പാടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, അപ്പൊ ഞാൻ പാടണ്ട എന്നുള്ള രീതിയിലാണ് വീട്ടുകാരിയിരിക്കുന്നത്. ആൻഡ് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് എനിക്ക് പാടാൻ പറ്റും. ഇല്ല, ഞാൻ ഇച്ചിരിയൊക്കെ പാടും അല്ലേ? അതെ, ഞാൻ പാടാൻ നോക്കുമ്പോ നീ മിണ്ടാന് ആദ്യം നീ പാടുന്ന് പറയും. ഓക്കെ, അങ്ങനത്തെ രസം. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഹിഡൻ ടാലന്റ്. അതായത് പാടും, പക്ഷെ പാടിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല. ഹിഡൻ ടാലന്റ് വേറെന്താ ഉള്ളത്? എനിക്ക് വാക്ക് ചെയ്യാൻ അറിയാം. എന്നുവെച്ചാൽ ഞാൻ എന്തെങ്കിലും കാലിയായിട്ടൊരു സ്പേസ് ഉണ്ട് ഞാൻ നടക്കാൻ തുടങ്ങും, വാക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. കുറച്ചൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ അത് ക്ലാഷ് ആയി പോകും. ഓക്കെ, എനിക്ക് വേറെ പരിപാടികളുണ്ടാവും. അപ്പൊ എനിക്ക് അതിൽ കേറാൻ പറ്റില്ല. കുറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പക്ഷെ എന്തോ എനിക്കത് ചെയ്യണമെന്ന് ആലോചിച്ചോട്ട് കൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അതാണ് ഒരു റാമ്പ് വാക്ക് ചെയ്യും. ദാറ്റ് ഈസ് വൺ ഓഫ് യുവർ ഹിഡൻ ടാലന്റ് അല്ലെ? രശ്മിക റിസംബ്ലൻസ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണ് ആദ്യം അങ്ങനെ ഒരു റിസംബ്ലൻസ് പറഞ്ഞത്? എന്റെ അമ്മ തന്നെ. ഓക്കെ, ഞങ്ങള് ഗീതാ ഗോവിന്ദം കണ്ടോണ്ടിരുന്നപ്പോ എന്തോ ആ ഒരു കണ്ണിന്റെ ഒരു ഭാഗം, ആ നെറ്റിയുടെ ഒരു സംഭവം കുറച്ച് തോന്നുന്നുണ്ടല്ലോ നമ്മ പറഞ്ഞു. ഓക്കെ, പിന്നെ എന്റെ അമ്മച്ചൻ പറഞ്ഞിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ തമിഴ് റീൽസ് ആണല്ലോ ചെയ്തത്. അപ്പൊ അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി തെലുഗുല് ചെയ്തോക്ക്, രശ്മികന്റെ ഒരു കട്ടുണ്ട് അവരുടെ ചെയ്തോക്ക് എന്നുള്ള കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഡാൻസ് ചെയ്യുന്നു, വൈറലാകുന്നു, രശ്മിക അതിന് ലൈക്ക് ചെയ്യുന്നു അല്ലേ? മെസ്സേജ് എന്തെങ്കിലും അയച്ചിട്ടുണ്ടോ? ലൈക്ക് ഇല്ല, കമന്റ്. ഓക്കെ, എന്തായിരുന്നു അത് കണ്ടപ്പോ ഒരു ഹാപ്പി ഫീലിംഗ് എന്തായിരുന്നു? പിന്നെ ആദ്യം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ശരിക്കും ആണോ എന്നുള്ളൊരു കൊറേ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി. ആള് തന്നെയായിരുന്നു. എന്റെ ഫേവറേറ്റ് ആക്ടേഴ്സും കൂടിയാ. ഓക്കെ, കുറച്ച് ഫേവറേറ്റ്സ് ആണ് ചോദിക്കാനുള്ളത്. ബീച്ച് പേഴ്സൺ ആണോ മൗണ്ടൻ പേഴ്സൺ ആണോ? ഏതാ കൂടുതൽ? ബീച്ചസ് ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ലവ് വാട്ടർ. ഇൻസ്റ്റഗ്രാം ആണോ വാട്സ്ആപ്പ് ആണോ? ഇൻസ്റ്റഗ്രാം. വൈ? വാട്സ്ആപ്പ് എനിക്ക് അത്രയും കോണ്ടാക്ട്സ് ഇല്ല. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഏർലി ബേർഡ്, രാവിലെ എണീക്കുന്ന നൈറ്റ് ഔൾ അല്ല? അല്ല, ഏർലി. ഞാൻ രാവിലെ പെട്ടെന്ന് എണീക്കുന്ന ടൈപ്പ്. ഓക്കെ, എത്ര മണിക്ക് എണീക്കും? 7. സ്കൂൾ ടൈം ആണെങ്കിൽ 5. ഓക്കെ, ഒരു നോർമൽ ഡേ റൂട്ടീൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? രാവിലെ എണീക്കും,
പല്ലേക്കും ഞാൻ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, വർക്കൗട്ടിൽ എന്തൊക്കെയാ ചെയ്യാ? ഫസ്റ്റ് യോഗ ചെയ്യും, ഓക്കെ, സൂര്യ നമസ്കാരം ചെയ്യും, ഓക്കെ, സ്ട്രെച്ച് അങ്ങനെ വാമപ്പ് ആയിട്ട് അത് ചെയ്യും, പിന്നെ കാർഡിയോ ചെയ്യും, സ്ക്വാട്സ്, ലഞ്ചസ്, അങ്ങനെ കുറെ. ഓക്കെ. ഫിറ്റ്നസ് ഫ്രീക്കാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്, കാര്യം അറിയുന്നുണ്ട്. എന്നെ ജിമ്മില് എന്റെ പാരന്റ്സ് അലൗ ചെയ്യുകയാണെങ്കിൽ ഞാൻ ജിം റാറ്റ് ആയാണ്. ഓക്കെ, സത്യമായിട്ട് ഇപ്പൊ വീട്ടിലാണ്, പുറത്ത് ജിമ്മിൽ പോയി ചെയ്യുന്നില്ല? ഇല്ല, വീട്ടിൽ തന്നെ. ഇപ്പൊ കൺസേൺ ആണല്ലോ ഹൈറ്റ് അങ്ങനെ കുറെ. അപ്പൊ 18 ആയി കഴിഞ്ഞാൽ എന്തായാലും പോകും. ഓക്കെ, ഓക്കെ. എത്ര നാളായി ഇങ്ങനെ യോഗ ജിം ഒക്കെ ചെയ്തു തുടങ്ങിയിട്ട്? 5th സ്റ്റാൻഡേർഡ്, കൊറോണ തുടങ്ങിയ. ഓക്കെ, കൊറോണ തുടങ്ങിയ ശേഷമല്ലേ നമുക്ക് ടൈമുള്ളൂ. അതുവരെയ്ക്കും ഞങ്ങള് നേവൽ ബേസിലാണ് എന്റെ സ്കൂൾ. എന്റെ വീടാണെങ്കിൽ ചോറ്റാനിക്കര, അമ്പാടിമല. അപ്പൊ എത്ര നേരമുണ്ട്. അതാണെങ്കിൽ രാവിലെ ട്രാവലർ 6:45 വരും. അപ്പൊ നേരത്തെ എണീറ്റ് റെഡി ആയി പോവാന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 5th ആയപ്പോഴത്തേക്കും എന്റെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത് 12:30. അപ്പൊ അതുവരെ രാവിലെ ഒരു 8 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ അതുവരെ നമ്മള് ഫുൾ വർക്കൗട്ടും കാര്യങ്ങളും. അപ്പോഴാണ് എന്റെ ഡാൻസ് ഒക്കെ പിടിച്ചത്. പിന്നെ അതിനോട് എനിക്ക് താല്പര്യം വന്നു തുടങ്ങി. ഫേവറേറ്റ് ഹോബീസ് എന്തൊക്കെയാണ്? സിനിമ കാണുക. ഓക്കെ, പാർട്ട് ഓഫ് സിനിമ വേറെ എന്തൊക്കെയാണ്? ഡാൻസ്. ഓക്കെ, ഡാൻസിന് എപ്പോഴും തന്നെ എപ്പോഴും. ഓക്കെ, പിന്നെ ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ, അങ്ങനെ അതൊക്കെയാണ്. ഓക്കെ, ഇനി ലൈക്ക് എനി ക്യാരക്ടർ എനിക്ക് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ കൊള്ളാം എന്ന് ഈ സിനിമയ്ക്ക് ശേഷം മനസ്സിലൊരാഗ്രഹം വന്നിട്ടുണ്ടോ? എനിക്ക് എങ്ങനത്തെ എനിക്കൊരു വേഴ്സ്റ്റൈൽ ആക്ടർ ആണെന്ന് എന്നുവെച്ചാൽ ഇപ്പൊ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ അങ്ങനെ അത് പിക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവം ചെയ്യണമെന്ന് എനിക്ക് നല്ലോണമുണ്ട്. ലൈക്ക് ഒരു നായികയാവുന്നതിന്റെ കാട്ടും ഒരു എന്താ പറയാ വേഴ്സ്റ്റൈൽ ആക്ടേഴ്സ്, ലൈക്ക് കോമഡി, ഇമോഷണൽ, ഒരു സൈഡ്, അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് താല്പര്യം. അതാണ് ആഗ്രഹം, അങ്ങനത്തെ കൈൻഡ് ഓഫ് റോൾസ് ചെയ്യണം എന്ന്. ഓക്കെ, അടിപൊളി. ഒരു സെലിബ്രിറ്റി ക്രഷ് എന്ന് പറഞ്ഞ കുഞ്ഞിലെ തൊട്ടേ ഉള്ള അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഷാറുഖ് ഖാൻ ഓൾവേസ്. ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, എന്താണ് റീസൺ? ഐ ലൈക്ക് ഹിസ് ആറ്റിറ്റ്യൂഡ്. Of course. And I like the way he respect ladies. പിന്നെ I love his acting. Like ഓരോ രീതിയിൽ ചെയ്യുന്നത് ഇറ്റ്സ് സോ എന്താ വെച്ചാൽ അവരുടെ പ്രൈം ടൈം ഉണ്ടായിരുന്നല്ലോ പണ്ടത്തെ 90s. അത് കാരണം തന്നെയാണ് ഷാറുഖ് ഒക്കെ ഉള്ളത് തന്നെ ആണ് ഞാൻ എപ്പോഴും കാണാനുള്ള കാരണം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ ബോളിവുഡ് സിനിമകളോട് ഇത്രയും ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. അല്ലെ, മനസ്സിലായി, അതെനിക്ക് മനസ്സിലായി. ഓക്കെ, ഒരു ഗോ ടു കംഫർട്ട് ഫുഡ് എന്താണ് എപ്പോഴും കഴിക്കാൻ? ഷവർമയാണോ ഫുൾ എപ്പോഴും ഇഷ്ടമുള്ളത്? എന്നുവെച്ചാ ഞാൻ നല്ല ഫുഡിയാ, ഞാൻ എന്തും കഴിക്കും. അങ്ങനെയല്ല, ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും. ഓക്കെ, അപ്പൊ ഷവർമയാണ് ഇപ്പൊ ഫേവറേറ്റ്. ഓക്കെ, ഇപ്പൊ കറന്റ് ഇവിടത്തെ ഏത് ഷോപ്പിലെ ഷവർമയാണ് കൂടുതൽ ഇഷ്ടം? ഐസ്ബർഗിലെ ഷവർമ. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ട്, അവിടത്തെ ഷവർമ അടിപൊളിയാ. ഇതുവരെ കഴിച്ചതിൽ മോസ്റ്റ് യമ്മി ഷവർമ. എല്ലാ സ്റ്റൈലും അറിയാം, എല്ലാ സ്റ്റൈലും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സ്റ്റിൽ പക്ഷെ അവരുടെയാണ് ഏറ്റവും അടിപൊളി. ഓക്കെ, ഒരു ഹാബിറ്റ് ദാറ്റ് യു വിഷ് ടു ചേഞ്ച്, എന്റെ ഈ ഒരു ഹാബിറ്റ് മാറ്റിയാൽ കൊള്ളാം എന്ന് അങ്ങനെ ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പെട്ടെന്ന് ആംഗ്രി ആവും. ഓക്കെ, പെട്ടെന്ന് അത് ഒന്ന് കുറയ്ക്കാൻ തോന്നുന്നു. ഓക്കെ, ഷോർട്ട് ടെമ്പേർഡ് ആണോ? വീട്ടുകാരെടുത്ത് എല്ലായിടത്തും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. എന്റെ ലവ് വൺസിന്റെ അടുത്താണ് ഞാൻ കൂടുതൽ എന്റെ മൂഡ് സ്വിങ്സ് കാണിക്കുക. അപ്പോ അത് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഹേർട്ടാവും, പെട്ടെന്ന് ഹേർട്ടാവും. അപ്പോൾ അത് ചെയ്യണ്ട എന്നുള്ള ഒരു റിഗ്രറ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചാൽ കൊള്ളായിരുന്നു തോന്നും. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഹാബിറ്റ് യു വിഷ് ടു ചേഞ്ച് അല്ലേ? ആൻഡ് വൺ ഹാബിറ്റ് യു ഓൾവേസ് പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ഓക്കെ, എനിക്ക് ഈ ഒരു ഹാബിറ്റ് ഉള്ളത് കൊണ്ട് ഇറ്റ്സ് ഗുഡ്. ഫിറ്റ്നസ് ഫ്രീക്ക്. ലൈക്ക് എപ്പോഴും എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തോന്നുന്നതുകൊണ്ട് ഐ ആം ഫിറ്റ് ആൻഡ് ഐ ആം റിയലി ഹാപ്പി. ഇനി എപ്പോഴും ഈ കൺസിസ്റ്റൻസിയിൽ തന്നെ പോകാൻ പറ്റട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? സിനിമകളാണ്. പിന്നെ ഓരോ മ്യൂസിക് ഡിസ്കവർ ചെയ്യുക, ഓരോ ടൈപ്പ് ഓഫ് മ്യൂസിക് അത് കേൾക്കുക. ഓക്കെ, ഇനി ലൈഫിൽ തുടർന്ന് കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡാൻസ് തുടരും, ഫിറ്റ്നസ് തുടരും, സിനിമ തുടരും, അഭിനയം തുടരും, പിന്നെ പഠിത്തം.
പഠിത്തം തുടരും. അതുപോലെ ഈ സിനിമയ്ക്ക് ശേഷം പുതിയ ഓഫേഴ്സ് ഒക്കെ വന്നോ? എന്താണ് അതിന്റെ ഒരു അപ്ഡേറ്റ്? വരുന്നുണ്ട്, ഓക്കെ, ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തമിഴിൽ നിന്നും കുറച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ടൈമൊക്കെ നോക്കണം. ഓക്കെ, 10th വരെ അല്ലേ, അപ്പൊ ബോർഡ്സിന്റെ ഒക്കെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നല്ലത് കിട്ടുകയാണെങ്കിൽ എന്തായാലും ചെയ്യും. ഓക്കെ, ചെയ്യൂല എന്നല്ല, എന്ന് വെച്ചാൽ രണ്ടും എനിക്ക് ബാലൻസ് ചെയ്തുകൊണ്ടോ, ഓക്കെ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. പാർട്ട് ഓഫ് സിനിമ അഭിനയം എല്ലാം പോകുമ്പോഴും കരിയർ വൈസ് പഠിത്തത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം? എനിക്ക് ഇപ്പൊ ഒരു ഡെർമറ്റോളജിസ്റ്റ് ആവണമെന്നുണ്ട്. ഇനി ഫ്യൂച്ചർ അതായിരിക്കുമല്ലോ, സ്കിൻ ബ്യൂട്ടി. പിന്നെ ഒരു സൈക്കോളജിസ്റ്റ്, അതും ഒരു മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അംബീഷൻ, ഒരു കരിയർ അംബീഷൻ അല്ലേ? എന്തുകൊണ്ട് ഡെർമറ്റോളജിസ്റ്റ് എന്നുള്ളൊരു സാധനം? ലൈക്ക് ഇനിയിപ്പോ ഫ്യൂച്ചറിൽ അതായിരിക്കും, ബ്യൂട്ടി അതായിരിക്കുമല്ലോ ഇനി അത്. അപ്പൊ അതും താല്പര്യമുണ്ട്. ഓക്കെ, വീട്ടിൽ ഏറ്റവും സപ്പോർട്ടീവ് ആരാണ്? മോസ്റ്റ് സപ്പോർട്ടീവ് പേഴ്സൺ? എല്ലാവരും സപ്പോർട്ടീവ്. ഓക്കെ, അമ്മയാണ് ഏറ്റവും. എന്ത് ചെയ്താലും കൂടെ നിൽക്കും. ഞാനിപ്പോ തെറ്റാണ് ചെയ്തെങ്കിലും അമ്മ അത് സോൾവ് ചെയ്യും, എന്നിട്ട് ചീത്ത പറയും. അങ്ങനെ മോസ്റ്റ് സപ്പോർട്ടീവ് പേഴ്സൺ അമ്മയാണ്. സിനിമ കണ്ട സമയത്ത് വീട്ടിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഓൺ സ്ക്രീനിൽ കണ്ടപ്പോ എക്സൈറ്റഡ് ആയത്? ആരായിരുന്നു? അപ്പ. ആണോ? രണ്ടുപേരും, അമ്മയും പപ്പയും. പക്ഷെ പപ്പയാണ് ഫസ്റ്റ് കരഞ്ഞു ചാടി. ഓക്കെ, എന്നുവെച്ചാൽ പപ്പ അങ്ങനെ കരയുന്ന ഒരു ടൈപ്പേ അല്ല, നമ്മള് കണ്ടിട്ടേ ഇല്ല. അമ്മ ഇങ്ങനെ കരയുന്നുണ്ടപ്പോ ഞാൻ അയ്യോ ഫസ്റ്റ് കൺമണി പൂവേന്റെ മൂവി ഇറങ്ങി, മൂവി പാട്ട്, സോങ് ലിറിക് വീഡിയോ അല്ലേ അത്. അപ്പൊ അതില് ഫോട്ടോസ് ഇങ്ങനെ നീങ്ങി നീങ്ങി വരുമ്പോ എന്നെ ലാലേട്ടനും അവിടെ ഒരുമിച്ചിരിക്കുന്നത് അത് കണ്ടപ്പോഴത്തേക്കും പപ്പ കരയാണ്. ഓക്കെ, അത് ഞാനതും ഭയങ്കര ഇതായി പോയി. ഓക്കെ, ടൈറ്റിൽ സോങ് കാണിക്കുന്ന സമയത്ത് ഓ അടിപൊളി, കൊള്ളാം. അപ്പൊ എന്താണ് ഇനി ഭാവി പരിപാടികളൊക്കെ? ഇനി ഇത് രണ്ടും കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ട്. സ്റ്റഡീസും ആക്ടിങ് രണ്ടും കൊണ്ടുപോകണമെന്നുണ്ട്. ഓക്കെ, പിന്നെ ഡാൻസും. യെസ്. ഇപ്പൊ ഈ ഷൂട്ടിന് ശേഷം ലാലേട്ടനെ കണ്ടോ? പ്രൊമോ ഷൂട്ട് സോങ് എടുത്തപ്പോ കണ്ടു. കണ്ടിരുന്നു. ഓക്കെ, ഇനി ലാലേട്ടനെ ഇത്രയും ദിവസം കഴിഞ്ഞ് ഇനി ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയണമെന്ന് ആഗ്രഹമുള്ള കാര്യം എന്താണ്? അങ്ങനെ ചോദിച്ചത് എന്താണ്, കാണണമെന്നുണ്ട്. പറയാൻ ഒന്നുമില്ല, സ്പീച്ച്ലെസ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഓക്കെ, വൺ തിങ് യു ലേൺ ഫ്രം ലാലേട്ടൻ ആൻഡ് ശോഭന മാം എന്തായിരിക്കും? ഇതന്നെ, ലൈക്ക് ഡു നോട്ട് ബി ടയർഡ് ആൻഡ് ഡു സംതിങ് എവറി ടൈം. എപ്പോഴും ആക്റ്റീവ് ആയിട്ട്, എപ്പോഴും ബിസി ആയിരിക്കുക, ബി എൻഗേജ്ഡ് ഇൻ ആക്ടിവിറ്റീസ്. ഓക്കെ, അടിപൊളി. ഇരു കൈയും നീട്ടി അമൃതേനെ സ്വീകരിച്ച പ്രേക്ഷകരോട് വാട്ട് യു വിഷ് ടു സേ? താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഇനിയും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മീ. ഇനിയും ഒരുപാട് നല്ല സിനിമകളായിട്ട് വരട്ടെ. ഇങ്ങനെ സിനിമ അഭിനയവും പഠനവും ഡാൻസും എല്ലാം തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ന്യൂ അഡ്വെഞ്ചേഴ്സ്. താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം ലിറ്റിൽ ടോക്സിൽ വന്ന് ഇത്രയും കൊച്ചു വിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? അടിപൊളി, ഇഷ്ടപ്പെട്ടോ? ഐ ലൈക്ക് ദോസ് questions. അപ്പൊ ഒരുപാട് സന്തോഷം ലിറ്റിൽ ടോക്സിൽ വന്ന് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന്. താങ്ക് യു വെരി മച്ച്. Thank you so much. Yeah, bye the bye. Bye the bye. Ta-ta. Bye.